നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. CPIM 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിലായി ഹരിപ്പാട് നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. കടലിലെ ആവാസ വ്യവസ്ഥയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ പ്രവർത്തക ക്ഷേമനിധിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഈ മാസം 9-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വർക്കല ക്ലബ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. ചികിത്സയ്ക്ക് മാർഗമില്ലാതിരുന്ന അഞ്ജുവിന് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ലഭ്യമാക്കാൻ മന്ത്രിയുടെ ഇടപെടൽ. മന്ത്രി സജി ചെറിയാനാണ് അഞ്ജുവിന്റെ അപേക്ഷ പഠിച്ച് അടിയന്തര സഹായത്തിനായി ഉത്തരവിട്ടത്. വാർത്തകൾ വിശദമായി. CPIM 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11, 12 തീയതികളിലായി ഹരിപ്പാട് നടക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 10, 11, 12 തീയതികളിൽ ഹരിപ്പാട് ശബരീസ് കൺവെൻഷൻ സെന്ററിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഡോക്ടർ DM തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, AK ബാലൻ, K രാധാകൃഷ്ണൻ, P രാജീവ്, അഡ്വക്കേറ്റ് CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാൻ, KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആലപ്പുഴ അദ്ദേഹം സെക്രട്ടറിയായി വന്ന അന്ന് മുതൽ ഇങ്ങോട്ട് മിക്കവാറും എല്ലാ സമ്മേളനത്തിനും ആ സഹാന്റെ സാന്നിധ്യം 3 ദിവസം പൂർണ്ണമായി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു സമ്മേളനത്തിനും അദ്ദേഹം മാറി നിന്നിട്ടില്ല. ചില സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിന് വന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം SRP ആയിരുന്നു ഉദ്ഘാടനം. എന്നാൽ പൂർണ്ണമായും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. 2 ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്താണ് വരുന്നത്. അതിന് മുമ്പ് നടന്ന സമ്മേളനത്തിലും അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടറിയായി വന്നതിന് ശേഷം, അതിനുശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം ആലപ്പുഴ ജില്ലയിലെ എല്ലാ സമ്മേളനത്തിലും കൃത്യമായി പങ്കെടുക്കുന്ന സ്ഥലമാണ്. ഇത്തവണയും പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ഈ ജില്ലാ സമ്മേളനം പ്രതിനിധി സമ്മേളനത്തിൽ 15 ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 361 പ്രതിനിധികളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 407 പേർ പങ്കെടുക്കും. പൊതുസമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാക വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആർ നാസർ ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് K പ്രസാദിന് കൈമാറും. പ്രതിനിധി സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാക ചെങ്ങന്നൂർ വെൺമണി ചാത്തൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും അഡ്വക്കേറ്റ് CS സുജാത ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് G ഹരിശങ്കറിനെ ഏൽപ്പിക്കും. കൊടിമരം കള്ളിക്കോട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും CB ചന്ദ്രബാബു ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് KH ബാബുജാനെ ഏൽപ്പിക്കും. ജാഥകൾ കടന്നുവരുന്ന വഴികളിൽ ബഹുജനങ്ങൾ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 6 മണിക്ക് ഹരിപ്പാട് മാധവ ജംഗ്ഷനിലുള്ള സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേരും. പതാകകളും കൊടിമരവും സ്വാഗത സംഘം ജനറൽ കൺവീനർ M സത്യപാലൻ ഏറ്റുവാങ്ങും. സ്വാഗത സംഘം ചെയർമാൻ TK ദേവകുമാർ പതാക ഉയർത്തുമെന്നും ആർ നാസർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 11-ന് പ്രതിഷേധ സൂചകമായി കൊച്ചിയിൽ സമരം നടത്തുവാനും ജനുവരി 17-ന് സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിലും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. തുടർന്ന് ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിലായി രാജ്ഭവന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ കടലിനെ സർവനാശത്തിലേക്ക് നയിക്കാൻ പോകുന്ന ധാതു ഖനനം അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ച്
അതിൻ്റെ അടിസ്ഥാനത്തിൽ 11-ാം തീയതി കൊച്ചിയിൽ വെച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇതിനാവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പത്രപരസ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഖനനം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൽ ബന്ധപ്പെടുകയും മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ബ്ലൂ ഇക്കോണമി നയം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നതായും MLA കൂട്ടിച്ചേർത്തു. കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സെക്രട്ടറി C. ശ്യാംജിയും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കേരള കലാസാഹിത്യ പ്രവർത്തക ക്ഷേമനിധിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഈ മാസം 9-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വർക്കല ക്ലബ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരള കലാസാഹിത്യ പ്രവർത്തക ക്ഷേമനിധിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഈ മാസം 9-ന് നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 240ഓളം പ്രതിനിധികളുടെ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി സമ്മേളനമാണ്. അതിൻ്റെ ഉദ്ഘാടനം കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകളാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണി മുതൽ യോഗം തുടങ്ങും. ഒരു ഗാനമേളയും അതുപോലെ തന്നെ 1:30 മുതൽ 40ഓളം കവികൾ പങ്കെടുക്കുന്ന കവി സമ്മേളനം, പിന്നെ വൈകുന്നേരം 4:30 മുതൽ പ്രതിനിധി സമ്മേളനം, അതിൻ്റെ സ്വാഗതം പറയുന്നതിൻ്റെ ഭാരവാഹിയായ പ്രസന്നൻ വടശ്ശേരിക്കോണം, പിന്നെ ഏറ്റവും മുതിർന്ന കലാകാരന്മാരെ ആദരിക്കലും യോഗ ഉദ്ഘാടനവും മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വിവിധ കലാകാരന്മാരെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്നതും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ്. വർക്കല ക്ലബ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി അവകാശ പത്രികാ സമർപ്പണം, കവിയരങ്ങ്, പുസ്തക പ്രകാശനം, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കൽ, ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും നടക്കും. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മുതിർന്ന കലാകാരന്മാരെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദരിക്കും. ചിന്തനല്ലൂർ തുളസി രചിച്ച ഇന്നലകൾ എന്ന നോവൽ അഡ്വക്കേറ്റ് V. ജോയി MLA RS രാജിന് നൽകി പ്രകാശനം ചെയ്യും. പ്രസിഡന്റ് തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി വടശ്ശേരിക്കോണം പ്രസന്നൻ, ചിന്തനല്ലൂർ തുളസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. കേരള വിദ്യാർത്ഥി കോൺഗ്രസ്, കേരള യൂത്ത് ഫ്രണ്ട്, കേരള കർഷക യൂണിയൻ എന്നീ സംഘടനകളുടെ പ്രാരംഭകാല പ്രവർത്തകനും സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളുമാണ് ബേബി പാറക്കാടൻ. KSRTCയിലെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ബേബി പാറക്കാടൻ. നിലവിൽ പെൻഷൻ സംഘടനയുടെ നേതൃപ്രവർത്തകനാണ്. ഗാന്ധിയൻ ദർശനവേദി, കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി, കുട്ടനാടൻ സാംസ്കാരിക വേദി തുടങ്ങി നിരവധി സാംസ്കാരിക സംഘടനകളുടെ സംസ്ഥാന നേതാവായും ഇപ്പോൾ ബേബി പാറക്കാടൻ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ചികിത്സയ്ക്ക് മാർഗമില്ലാതിരുന്ന അഞ്ജുവിന് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ലഭ്യമാക്കാൻ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അടിയന്തര ഇടപെടൽ. മന്ത്രി സജി ചെറിയാൻ അഞ്ജുവിന്റെ അപേക്ഷ പഠിച്ച് അടിയന്തര സഹായത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കരുവാറ്റ ആറ്റുകടവിൽ സ്വദേശി അഞ്ജു റജീന 4 വർഷമായി സ്ട്രോക്ക് വന്ന് ഒരു കൈക്കും കാലിനും ചലനം നഷ്ടപ്പെട്ടു. കഷ്ടതകൾ അനുഭവിക്കുകയാണിപ്പോൾ. മരുന്നിനും മറ്റുമായി ആവശ്യം വരുന്ന തുക കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്. ചികിത്സാ സഹായത്തിന് അപേക്ഷിക്കേണ്ട മാർഗമറിയാതെ കുഴങ്ങിയിരുന്ന അഞ്ജുവിന് കരുതലും കൈത്താങ്ങിന്റെ വേദി ആശ്വാസത്തിന്റെ വഴി തുറന്നു. മന്ത്രി സജി ചെറിയാന്റെ മുൻപിലെത്തിയ അപേക്ഷ പരിശോധിച്ചതിൽ ചികിത്സാ സഹായത്തിന് ഏറ്റവും അർഹയാണ് പരാതിക്കാരി എന്നുള്ള നിരീക്ഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം എത്രയും വേഗം ലഭ്യമാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇതിനുള്ള ഓൺലൈൻ അപേക്ഷ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളോടൊപ്പം 7 ദിവസത്തിനകം പോർട്ടലിൽ നൽകാൻ വില്ലേജ് ഓഫീസറെ ചുമതലയുംപ്പെടുത്തി. അപേക്ഷയുടെ സ്ഥിതി പരിഗണിച്ച് ഏറ്റവും വേഗം സഹായം ലഭ്യമാക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.
HSLM MLയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി പഴവീട് വിജ്ഞാന പ്രദായിനി ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും MT വാസുദേവൻ നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു. HSLM MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. HSLM MLയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി പഴവീട് വിജ്ഞാന പ്രദായിനി ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും MT വാസുദേവൻ നായർ അനുസ്മരണവും നടത്തി. HSLM MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ കാലത്തെയും ആ പുസ്തകങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞൊരു കാലത്തിന്റെ പരിച്ഛേദം അതിനകത്ത് കൂടിച്ചേർന്നതായിട്ട് കാണാൻ പറ്റും. അത് 58-ലാണ് നാലുകെട്ട് എഴുതുന്ന ആ സമയത്താണ്. അന്ന് കേരളത്തിലെ സാമൂഹ്യ ജീവിതാവസ്ഥയിൽ അത്തരം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ജീവിതാവസ്ഥയെ കുറിച്ച് അതിനകത്ത് കാണാം. അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങൾ നോക്കിയാൽ കാണാം. പല കഥാപാത്രങ്ങളും ഇങ്ങനെ പിന്തള്ളപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ആളുകളെ ഇങ്ങനെ ഉയർത്തി വെക്കുന്ന കഥാപാത്രങ്ങളെ കാണാം. പപ്പുണ്ണിയെ നോക്കിയാൽ അങ്ങനെ പലതിനെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓരോ പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ ആഖ്യാനത്തിലൂടെ കടന്നു വന്ന ഓരോ കഥാപാത്രങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞ പോലെ കാണാം. അദ്ദേഹത്തിന്റെ സിനിമയിൽ പല നിലയ്ക്കാണ് സാഹിത്യം തന്നെ, നോവലിസ്റ്റ്, ചെറുകഥ, പിന്നെ സിനിമയിൽ തിരക്കഥ, സംവിധാനം, സംഭാഷണം, പത്രാധിപര്, നാടകം, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് MDയെ ഇങ്ങനെ രേഖപ്പെടുത്താൻ കഴിയുന്നു. അതാണ് ബഹുമുഖമായി ഞാൻ ആദ്യത്തിൽ വേണ്ടി പറഞ്ഞെല്ലാം നോക്കിയാൽ കാണാം. MDയുടെ സിനിമകൾ, അദ്ദേഹം തിരക്കഥ രചിച്ച സിനിമകൾ നോക്കിയാലുള്ള പ്രത്യേകത. ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ബാലൻ സി നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ, നോവലിസ്റ്റ് G മനോജ് കുമാർ, CR പുരുഷോത്തമൻ പിള്ള, RS വിജയൻ പിള്ള എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി S രാധാകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 10-11 തീയതികളിലായി ഹരിപ്പാട് നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. കടലിലെ ആവാസ വ്യവസ്ഥയും കടലിലെ മണലും ധാതുസമ്പത്തുകളും കൈക്കലാക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് PP ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ പ്രവർത്തക ക്ഷേമനിധിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഈ മാസം 9-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വർക്കല ക്ലബ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി പാറക്കാടനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാമനിർദ്ദേശം ചെയ്തു. ചികിത്സയ്ക്ക് മാർഗമില്ലാതിരുന്ന അഞ്ജുവിന് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ലഭ്യമാക്കാൻ മന്ത്രിയുടെ ഇടപെടൽ. മന്ത്രി സജി ചെറിയാനാണ് അഞ്ജുവിന്റെ അപേക്ഷ പഠിച്ച് അടിയന്തര സഹായത്തിനായി ഉത്തരവിട്ടത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.